60-70 വയസ്സായ ഒരു ദളിതനെ ഒരു 5 വയസ്സുകാരനായ സവർണക്കുട്ടി പേര് വിളിക്കും. ഒരിക്കൽ പോലും കയർക്കാതെ എന്തോന്ന് വിളി കേൾക്കുന്ന ആ മനുഷ്യൻ ഇവന് നൽകുന്നത് ഒരു ജാതി അനുഭവമാണെന്ന് ഇവനെന്നെ മനസ്സിലാവാത്തത്. ബാക്കിയുള്ള മനുഷ്യർ എന്തെങ്കിലും ഒരു ബ്രാഹ്മണനായാൽ മതി എന്ന് തോന്നുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു സംഗതി. ഇപ്പോൾ കേരളത്തിലൊരു കക്ഷി പറഞ്ഞില്ലേ, എനിക്ക് അടുത്ത പ്രാവശ്യം ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ എന്നോടൊക്കെ നേരത്തെ ചോദിക്കുമായിരുന്നു സ്ഥിരമായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ജാതീയമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം എനിക്ക് ജാതീയ അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് അവർക്കാണ്. അപ്പോൾ അക്കാഡമിക്കകത്ത് കാസ്റ്റ് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സവർണ കുട്ടികൾക്കൊന്നും അത് ബാധകമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അതെന്തോ SC ST OBC കുട്ടികളുടെ എന്തോ ഒരു കാര്യമാണെന്നാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ജാതിയേക്കാൾ കുറഞ്ഞൊരു ജാതിയെ കയറ്റാതിരിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവൻ അപമാനിക്കപ്പെടുകയല്ല, അകത്ത് നിൽക്കുന്ന ഞാൻ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു. ഞാൻ അവനേക്കാൾ മുന്തിയ ഇനമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നത്, അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഷ എപ്പോഴും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിലപ്പുറം വരുമ്പോൾ ജാതി പറയലാണ് എന്നുള്ള രീതിയിലുള്ള സംസാരവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിയായ അർത്ഥത്തിൽ എല്ലാവരും കൂടിച്ചേർന്ന് പരിഹരിക്കേണ്ട ഒരു പ്രക്രിയ തന്നെയല്ലേ. അതിൽ ഒരു ജാതി എടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ ജാതിയിലുള്ളവൻ അനുഭവിക്കുന്ന വിവേചനത്തെക്കാളും അവൻ അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ച് അവൻക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ തൊട്ട് താഴെയുള്ള ആൾ അനുഭവിക്കുന്ന വിവേചനങ്ങളെ അവൻ അഡ്രസ്സ് ചെയ്യേണ്ട താല്പര്യമില്ലായ്മ നമുക്ക് കാണാൻ പറ്റും. ഇത് സാമൂഹിക പരിഷ്കരണത്തിലൂടെ തന്നെ പരിഹരിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിൽ തന്നെയാണ് അതിൻ്റെ ഒരു യുണീക്ക്നെസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നൊരു കാര്യം. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു സമൂഹവും കണ്ടുപിടിക്കാത്ത ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇന്ത്യൻ സമൂഹം. ഒരേ സമയം മനുഷ്യരെല്ലാവരും മർദ്ദകനും മർദ്ദിതനുമായിരിക്കുന്നൊരവസ്ഥ ഇന്ത്യൻ സമൂഹത്തിനുണ്ട്. ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളിൽ പല വിഭാഗങ്ങൾക്കും ബ്രാഹ്മണർ കൈയാളുന്ന അധികാരത്തിലെ ചെറിയ പങ്ക് പോലും കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർ മർദ്ദിതരായിട്ടുള്ളൊരു വിഭാഗമാവും. പക്ഷേ അവരുടെ താഴെയുള്ള വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ ഒരു മർദ്ദക വിഭാഗമായി അവർ സ്വയം രൂപാന്തരപ്പെടുകയാണ്. ഒരേ സമയം ആക്രമണകാരിയും അതേസമയം ഇരയുമായിരിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഓരോ മനുഷ്യനും, ഈച്ച് ആൻഡ് എവരി ഹ്യൂമൻ ബീയിങ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അവൻ്റെ ബയോളജിക്കലി സൈക്കോളജിക്കലി അവൻ്റെ 2 കാര്യങ്ങളെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അവൻ്റെ നിലനിൽപ്പിലെ 2 കാര്യങ്ങളെ അവൻ ഒരേ സമയം വേറൊരുത്തരുടെ മേലെ ആധിപത്യം പുലർത്തുന്നൊരു തോന്നൽ അവനുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അവനൊരു യജമാനനുണ്ടെന്നുള്ളൊരു ബോധ്യവും അവനും കൊണ്ടുവരുന്നു. ഇത് മറ്റൊരു സമൂഹത്തിലും ഇല്ലാത്ത വിധമുള്ള ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മെക്കാനിസമാണത് കാസ്റ്റ്. രണ്ടാമത്തൊരു കാര്യം, അതുകൊണ്ട് ഇന്ത്യയിൽ ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് എന്ന് പറയുന്ന വിഭജനം സാധ്യമല്ല. ഡോക്ടർ BR അംബേദ്കർ പറയുന്നൊരു കാര്യം, ഹയർ ആൻഡ് ഹയസ്റ്റും ലോവർ ആൻഡ് ലോവസ്റ്റും, ഇങ്ങനെ ഒരു 6, ഏറ്റവും കുറഞ്ഞത് 6ആയിട്ടെങ്കിലും തിരിക്കാവുന്ന വിധമാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ളത്. ആ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രത്യേകത, ഹയസ്റ്റ് ഒരിക്കലും ഹൈയെ കൂട്ടത്തില്ല, ഹയർ ഒരിക്കലും ഹൈയുടെ കൂടില്ല, ലോവസ്റ്റിന് ഒരിക്കലും ലോവർ കൂട്ടില്ല, ഒരിക്കലും ലോവറുമായിട്ട് ബന്ധത്തിലേർപ്പെടില്ല. ഇങ്ങനെ ഒരു കാലത്തും പരസ്പരം സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ മാനവികതയുടെ അടിസ്ഥാനത്തിലോ ഐക്യപ്പെടാൻ പോലും കഴിയാത്ത വിധമുള്ളൊരു മെക്കാനിസമാണ് കാസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നൊരു കാര്യം. ഇത് പലപ്പോഴും നമുക്കതങ്ങനെ സൂക്ഷ്മ രൂപത്തിൽ നമ്മുടെ പണ്ഡിതർ, സോഷ്യോളജിസ്റ്റുകൾ അത് മനസ്സിലാക്കിയിട്ടില്ല. രണ്ടാമത്തെ ഒരു സംഗതി, ഇന്ത്യൻ സോഷ്യോളജിയിലെ കാസ്റ്റ് സ്റ്റഡീസ് നാളിതുവരെയായിട്ട് ഉൽപ്പാദിപ്പിച്ച ഏറ്റവും അപകടകരമായൊരു ബോധം, ഈ കാസ്റ്റ് എന്നത് കീഴ്ത്തട്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. കാസ്റ്റ് ചർച്ച നിങ്ങൾ നോക്കി, കാസ്റ്റ് ചർച്ചയിലെല്ലാം ദളിതരുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, അടിച്ചമർത്തപ്പെട്ട ജാതികളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. കാസ്റ്റ് ഒരിക്കലും അടിച്ചമർത്തപ്പെട്ടത് മാത്രമല്ല, അടിച്ചമർത്തുന്നവൻ്റെ മനോനില ഒരിക്കലും നമ്മൾ സോഷ്യോളജിക്കലി പരിശോധിക്കുന്നില്ല. അടിച്ചമർത്തുന്നവനൊരു മനോനിലയിൽ എത്തുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ജാതിയേക്കാൾ കുറഞ്ഞൊരു ജാതിയെ കയറ്റാതിരിക്കുമ്പോൾ
പുറത്ത് നിൽക്കുന്നവൻ അപമാനിക്കപ്പെടുകയല്ല, അകത്ത് നിൽക്കുന്ന ഞാൻ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു. ഞാൻ അവനേക്കാൾ മുന്തിയ ഇനമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാനതിൽ സാറ്റിസ്ഫൈഡാണ്, അതിൽ പ്രൈഡാണ് ഞാൻ. അതുകൊണ്ടാണ് ഇയാളെ കയറ്റാതെ ഇരിക്കാൻ നമുക്ക് പറ്റുക. അപ്പോൾ അവനെ മനുഷ്യനായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മളെക്കാൾ താഴ്ന്ന ജന്തുവായിട്ടാണ് അവനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഈ പല ലെയറിൽ ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റലായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ കീഴ്ത്തട്ടിന് യഥാർത്ഥത്തിൽ സാംസ്കാരികമായിട്ടുള്ള ക്യാപിറ്റലുള്ള വിഭാഗമാണ്. സാംസ്കാരികമായ ക്യാപിറ്റലില്ലാത്ത ഒരു വിഭാഗവും ഇന്ത്യക്കകത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എൻകാഷബിൾ. ആദിവാസികളുടെ ചരിത്രം, ആദിവാസികളുടെ സംസ്കാരം, അവരുടെ കാട്ടറിവുകൾ, അവരുടെ നാട്ടറിവുകൾ, അവരുടെ മരുന്നറിവുകൾ, ഇതൊന്നും ഇറ്റ് ഈസ് നോട്ട് എൻകാഷബിൾ. വൈ? ബിക്കോസ് ദേ ആർ പ്രിമിറ്റീവ്. അവർ പ്രിമിറ്റീവാണെന്നുള്ളൊരു തിയറി ഇവിടെ പ്രബലമായി നിൽക്കുന്നിടത്തോളം ആദിവാസിയുടെ അറിവൊന്നും അറിവേ അല്ല എന്ന ധാരണയിൽ സമൂഹം എത്തുന്നതോടെ ഇവൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ പണ്ടെങ്ങോ മാത്രം ഉപയോഗിച്ചൊരു കാര്യമായി ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി കണ്ടംപററിലി ഇറ്റ് ഈസ് നോട്ട് എൻകാഷബിൾ. അവർ ദുർബലപ്പെടുക ചെയ്യും. എന്നാൽ സവർണ സംഭവം അതല്ല, അത് ക്യാഷബിളാണ്. അപ്പോൾ കേരളത്തിൽ നോക്കിയാൽ കലാരംഗം നമ്മൾ നോക്കി, കലാരംഗത്തിൽ കലാമണ്ഡലം ഉണ്ടാവുന്ന 30കളിലാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ബ്രാഹ്മണ സദസ്സുകളിൽ മാത്രം കളിച്ചിരുന്ന ചില കലകളെ നമ്മുടെ ക്ലാസിക്കൽ കലകളാക്കി ചിട്ടപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഓണർഷിപ്പ് സവർണ സമൂഹങ്ങൾക്ക് നൽകി അതിനെ കേരളത്തിൻ്റെ പ്രതീകമാക്കി അവർ മാറ്റിയിട്ടുണ്ട്. അന്ന് ആയിരങ്ങൾ പങ്കെടുത്ത, നൂറുകണക്കിന് മനുഷ്യർ പങ്കെടുത്ത അമ്പലത്തിന് വെളിയിൽ, അമ്പലത്തിൻ്റെ നടക്കി വെളിയിൽ നടന്ന അനേകായിരം ജനപ്രിയ കലാരൂപങ്ങളുണ്ട്. അതെല്ലാം ഒറ്റയടിക്കങ്ങ് മാഞ്ഞു പോവുക. അതെല്ലാം നാടനായി മാറുക, തദ്ദേശീയ കലകളായി മാറുക. അപ്പോൾ അത് വിലയില്ലാത്തൊരു കാര്യം. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ക്ലാസിക്കൽ കലകളെ വെച്ച് നോക്കുമ്പോൾ ഈ കലകൾ, ക്ലാസിക്കൽ സംഗീതവും നാടൻ പാട്ടും എന്ന് പറയുമ്പോൾ നാടൻ പാട്ടെന്തോ ആർക്കും പാടാവുന്നതും ഒരു വിലയില്ലാത്തതുമായൊരു കാര്യമാണെന്നും ക്ലാസിക്കൽ സംഗീതം വർഷങ്ങളോളം പരിശീലിച്ച് ചെയ്യേണ്ട എന്തോ ഒരു കാര്യമാണ്, സംഗീതം തന്നെ വർഷങ്ങളോളം പരിശീലിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു ബോധ്യം സമൂഹത്തിൽ വരുന്നതോടെ നാടൻ ശീലുകൾ എന്ന് പറയുന്ന സംഗതി, നാടൻ കലകൾ എന്ന് പറയുന്ന സംഗതി, ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന ആർട്ട് വർക്കുകളുണ്ട്, അവിടെ നിന്ന് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആർട്ട് വർക്കുകളുണ്ട്. ഇതൊന്നും തന്നെ എൻകാഷബിളായി മാറുന്നില്ല. അപ്പോൾ നമ്മൾ കാസ്റ്റിനെ നമ്മൾ പരിശോധിക്കേണ്ടത് ഒരിക്കലും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നല്ല, മറിച്ച് അടിച്ചമർത്തുന്നവൻ്റെ അധിക ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. അടിച്ചമർത്തുന്നവൻ്റെ അധിക ക്യാപിറ്റലിൽ നിന്ന് കാസ്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ഇതിനെവിടെയെങ്കിലും നമുക്കൊരു പുട്ടാനൻറ്റ്, ഇതിനൊരു അറുതി വരുത്താൻ എന്തെങ്കിലും നമുക്ക് കഴിയും. അതിന് പകരം ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ നമ്മളെ പഠിപ്പിച്ച എന്താ, കാസ്റ്റ് എന്നത് കീഴ്ത്തട്ടിൻ്റെ എന്തോ ഒരു കാര്യമാണ്. അപ്പോൾ അക്കാഡമിക്കകത്ത് കാസ്റ്റ് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സവർണ കുട്ടികൾക്കൊന്നും അത് ബാധകമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അതെന്തോ SC ST OBC കുട്ടികളുടെ എന്തോ ഒരു കാര്യമാണെന്നാണ്. ഇവൻ കാസ്റ്റിനെ വിടുതൽ ചെയ്ത പൗരനായി ഇവൻ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂടി, അതായത് അടിച്ചമർത്തപ്പെട്ടു എന്നത് ഒരിക്കലും ഐക്യപ്പെടാനുള്ള കാരണമാകുന്നില്ല. അതങ്ങനെയാണെങ്കിൽ ലോകം നേരത്തെ രക്ഷപ്പെടുമായിരുന്നത്. ഇന്ത്യ മാത്രമല്ല, അടിച്ചമർത്തപ്പെടുന്നത് കൊണ്ട് മാത്രം മനുഷ്യർ ഐക്യപ്പെടുമായിരുന്നു. അങ്ങനെ ഐക്യപ്പെടില്ല. പിന്നെ ഉണ്ടാകാവുന്ന ഒരു ഐക്യത്തെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന ഒരു മെക്കാനിസമാണ് കാസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. ആ കാസ്റ്റിനെ പോലും ഒരു സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ എന്ന നിലക്ക്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന നിലക്ക്, ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന നിലക്ക് സമഗ്രമായി മനസ്സിലാക്കുന്നതിൽ വൻ വീഴ്ചയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്രാഹ്മണർ എന്ന് പറയുന്ന ബ്രാഹ്മണർ കാസ്റ്റാണ്, ഓക്കെ, പക്ഷെ അത് മുന്തിയ ജാതിയാണ്. അത് ചിട്ടയുടേതാണ്, രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ കാര്യമാണ്, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് കൃത്യമായി ചെയ്യുന്നതിൻ്റെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ല, കാസ്റ്റ് ഒരു ഹീനമായ കാര്യമാണ്. നമുക്ക് ബ്രാഹ്മണൻ്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ തലക്കകത്ത് വരില്ല.
ഇവിടെ തലക്കാത്തൊരു പങ്ക്ച്വാലിറ്റിയുടെ കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ശുദ്ധിയാവുന്നു, പൂജ ചെയ്യുന്നു. അതൊക്കെ മനുഷ്യൻ ആർജിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ബാക്കിയുള്ള മനുഷ്യർ എന്തെങ്കിലും ഒരു ബ്രാഹ്മണനായാൽ മതി എന്ന് തോന്നുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു സംഗതി. ഇപ്പോൾ കേരളത്തിലൊരു കക്ഷി പറഞ്ഞില്ലേ, എനിക്ക് അടുത്ത പ്രാവശ്യം ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്ന് പറയുന്നു. ഈ വിടുവായത്തൊക്കെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇങ്ങനെ വലിയ അറിവിൻ്റെ ഒരു മണ്ഡലമുണ്ട്, ഇത് പറയിപ്പിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. നമ്മുടെ സാമൂഹിക വിമർശകർ പലപ്പോഴും എത്തി നോക്കാൻ മടിക്കുന്നൊരു മണ്ഡലമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാസ്റ്റിൻ്റെ അധിക മൂലധനം കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്നാണ് നമ്മൾ കാസ്റ്റിന്. ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ജാതീയ അനുഭവങ്ങളെ കുറിച്ചിട്ട് കേരളത്തിൽ ഇന്ത്യയിലെമ്പാടും ചർച്ചയുണ്ട്. അപ്പോൾ എന്നോടൊക്കെ നേരത്തെ ചോദിക്കുമായിരുന്നു സ്ഥിരമായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ജാതീയമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം എനിക്ക് ജാതീയ അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അവർ കാണുന്നു. ഒരു ഗ്രാമത്തിൽ 60-70 വയസ്സായ ഒരു ദളിതനെ ഒരു 5 വയസ്സുകാരനായ സവർണക്കുട്ടി പേര് വിളിക്കുമ്പോൾ ഒരിക്കൽ പോലും കയർക്കാതെ എന്തോന്ന് വിളി കേൾക്കുന്ന ആ മനുഷ്യൻ ഇവന് നൽകുന്നത് ഒരു ജാതി അനുഭവമാണെന്ന് ഇവനെന്നാ മനസ്സിലാവാത്തത്? ഇതൊരു ജാതി അനുഭവമാണെന്ന് ഈ സവർണക്കുട്ടിക്ക് എന്നാ മനസ്സിലാവാത്തന്നെ? അവനെന്താണെന്നേ അത് ജാതി അനുഭവം അല്ലേ? ജാതി അനുഭവമാണ്, അതവന് മനസ്സിലാവത്തില്ല. ഇന്ന് എന്നെ ആരെങ്കിലും തല്ലിയോ, എന്നെ ആരെങ്കിലും ജാതിപ്പേര് വിളിച്ച് തെറി വിളിച്ചോ, ഇതൊക്കെയാണ് ജാതി അനുഭവം എന്നാണ് ഇവ മനസ്സിലാക്കിയിരിക്കുന്നത്. മറിച്ച് ഇവന് കിട്ടുന്ന മുഴുവൻ പ്രിവിലേജും ഇറ്റ് ഈസ് എമർജിങ് ഫ്രം ദ കാസ്റ്റ്. ഇത് അവന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഈ അധിക സാധ്യതകൾ, അധിക ക്യാപിറ്റൽ, അധിക ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം നൽകുന്ന അവിടെ നിന്ന് നമ്മൾ ആരംഭിച്ചാൽ മാത്രമേ കാസ്റ്റിൻ്റെ യഥാർത്ഥ മെക്കാനിസം സമഗ്രമായി നമുക്ക് പിടികിട്ടത്തുള്ളൂ. ദളിതർക്ക് ജാതി അനുഭവം ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതുമാത്രമല്ല ജാതി. ഇന്ന് വരെയുള്ള നമ്മുടെ ഡിസ്കോഴ്സിൽ അത് മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു പ്രദീപൻ പാമ്പിരിക്കും. പ്രദീപൻ പാമ്പിരിക്കുന്ന് മരിക്കുമെന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പറയുന്നത് പ്രദീപൻ എന്തോ ഭയങ്കരമായ ജാതി അനുഭവത്തിൽ നിന്ന് വന്നൊരാളാണ്, അതിനോടൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഭയങ്കര കക്ഷിയാന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ കാര്യം. അയാൾ MA-ക്ക് 1ാം റാങ്ക് ജയിച്ച ഒരാളാണ്, മലയാളം MA, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മലയാളം. അതിന് MPhil കഴിഞ്ഞ് PhD ഒക്കെ എടുത്ത് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മണ്ഡലവുമായി ഒരു 1.5-2 പതിറ്റാണ്ട് കാലം നിരന്തരമായി ഇടപെട്ട് അദ്ദേഹം ആർജിച്ചെടുത്ത വിജ്ഞാനമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇയാൾ ചെറുപ്പത്തിൽ എന്തോ ജാതി അനുഭവം നേരിട്ട് ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ ഒരു അട്ടിമറി ബോധം ശരിക്കും പറയാൻ ദളിതരുടെ കീഴാള സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നവരിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഭകളെ അട്ടിമറിക്കുന്ന കാസ്റ്റ് ഡിസ്കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകാതെ പോയാൽ നമുക്ക് ഒരിക്കലും ഈ കാര്യം പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഇവരെല്ലാം കൂടി പെടാതിരിക്കുന്ന ഒരു സ്ട്രക്ചറിലാണ് ആ സാധനം ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.